ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ഹാനോക്ക് ദേശഗരിക്കപ്പെടുവാൻ കാരണമെന്ത്? 2 കാരണങ്ങൾ എബ്രായ ലേഖനം 11:5 പറയുന്നുണ്ട്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നും അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു എന്നും ഉള്ളതാണ്. അങ്ങനെ ഹാനോക്ക് വിശ്വാസവീരന്മാരുടെ പട്ടികയിലും ഉൾപ്പെട്ടവനായി. മരണം കാണാതെ എടുക്കപ്പെടുവാനും ദൈവത്തോട് ചേർന്ന് നടക്കുവാനും തക്കവണ്ണം അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യേണ്ടത് ഉണ്ടായിരുന്നുവെന്നും അവനത് നിവർത്തിച്ചു എന്നും ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹാനോക്ക് ജീവിച്ചിരുന്ന തലമുറയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഏക വ്യക്തി എന്ന നിലയിലാണ് ഹാനോക്കിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ ദുഷ്ടന്മാർ നിറഞ്ഞ ആ തലമുറയിൽ അതായത് ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് അവൻ ജീവിച്ചു എന്ന് വേണം കരുതുവാൻ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, പാപപങ്കിലമായ ആ തലമുറയിൽ അന്നത്തെ ലോകത്തോട് അനുരൂപനാകാതെ നന്മയും പ്രസാദവും ഉള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അവൻ ജീവിച്ചു എന്ന് സാരം. അവൻ്റെ വേഷം, നടപ്പ്, ആഹാരം എന്നു വേണ്ട സകലതും ദൈവത്തിന് തൃപ്തി വരുന്ന വിധത്തിലായിരുന്നു. ദൈവം അദൃശ്യനാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് മനുഷ്യന് ദൈവത്തെ കാണുവാൻ സാധിക്കുകയുമില്ല. എന്നാൽ മനുഷ്യനായ ഹാനോക്ക് തൻ്റെ ഓരോ ചലനത്തിലും ദൈവസാന്നിധ്യം അനുഭവിച്ചു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്ന് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ചു എന്നും വ്യക്തമാണല്ലോ. അവൻ്റെ കുടുംബ ജീവിതത്തിലും ദൈവം പ്രസാദിച്ചു. അവൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അങ്ങനെയുള്ള സാക്ഷ്യം പ്രാപിച്ചവനാണ്. ചില മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ മരണാനന്തരം അവർ ജീവിച്ചിരുന്നപ്പോൾ നല്ലവരായിരുന്നു എന്ന് ചിലർ പൂഴ്ത്തി പറയാറുണ്ട്. അവരുടെ ജീവിതകാലത്ത് അത്തരമൊരു സർട്ടിഫിക്കറ്റ് നൽകുവാൻ ആ കൂട്ടാക്കിയെന്ന് വരികയുമില്ല. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്താലും മനുഷ്യരാലും സാക്ഷ്യം ലഭിച്ചവനായിരുന്നു ഹാനോക്ക്. എത്ര അനുഗ്രഹമായ അവസ്ഥയാണത്! അവനിൽ ദൈവം പ്രസാദിച്ചതിൻ്റെ രഹസ്യം എന്താണെന്ന് ആരാഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യൻ എന്തു ചെയ്യണം? വചനം ശ്രദ്ധിക്കുക. അവർ യേശുക്രിസ്തുവിനോട് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന്. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതത്രേ എന്ന് യോഹന്നാൻ സുവിശേഷം 6:28-29 പറയുന്നു. എന്നാൽ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നും എബ്രായ ലേഖനം 11:6 വായിക്കുന്നുണ്ട്. ദൈവത്തിൽ പൂർണ്ണമായി ഹാനോക്ക് വിശ്വസിച്ചു എന്നുള്ളതാണ് ദൈവം അവനിൽ പ്രസാദിച്ചു എന്നതിൻ്റെ രഹസ്യം. ദൈവവചന വെളിച്ചത്തിൽ ഓരോ ദൈവവൈതലും താൻ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് ശോധന ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ അവരിൽ ദൈവപ്രസാദം തുടർന്ന് ഉണ്ടാവുകയുള്ളൂ. ഒരുവന് വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് മറ്റുള്ളവർ അറിയുന്നത് അവൻ്റെ പ്രവൃത്തിയാലാണ്. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണെന്ന് അവൻ പറയുന്നു. യൂദാ തൻ്റെ ലേഖനത്തിൽ വിശ്വാസത്തെ ആധാരമാക്കി വിശ്വാസികൾക്ക് എഴുതുന്നതായിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ എന്നാണ് യൂദാ 20-23 വാക്യങ്ങളിൽ പറയുന്നത്. വിശ്വാസി ദൈവസന്നിധിയിൽ ഇരുന്ന് തന്നെത്താൻ ആത്മീയവർദ്ധന വരുത്തുന്നവനും ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുന്നവനും ദൈവസ്നേഹത്തിൽ തന്നെത്താൻ സൂക്ഷിക്കുന്നവനും വിശ്വാസത്തിൽ ബലഹീനരായവരോട് കരുണയോടെ വർത്തിക്കുന്നവനും ആത്മാഭിമാനത്തെപ്പോലും ചിലപ്പോൾ വേണ്ടിവന്നാൽ ത്രവകൾ ഗണിച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിക്കുന്നവനും ഒരുവനെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ വേണ്ടി എത്ര ദുർഘടഘട്ടവും
തരണം ചെയ്യുവാൻ സർവ്വദാ സന്മനസ്സുള്ളവനും ആയിരിക്കണം. കർത്താവിനോട് കൂടെ നടന്നാൽ ഇതെല്ലാം അനായാസേന സാധിക്കാം എന്നുള്ളത് തർക്കമറ്റ സംഗതിയുമാണ്. എന്നാൽ ഇന്ന് അനേകരും കർത്താവിനോടുകൂടെ നടക്കുവാനോ കർത്താവിനെയും കൊണ്ട് നടക്കുവാനോ ഇഷ്ടപ്പെടുന്നില്ല. കാരണം കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെ. കർത്താവ് വല്ല പ്രകാരവും ഒരുവൻ്റെ കൂടെ നടപ്പാൻ ഇറങ്ങിത്തിരിച്ചാൽ തന്നെയും അധിക ദൂരം കർത്താവിന് അവനോട് കൂടെ നടപ്പാൻ സാധിക്കാത്ത വിധം വിശ്വാസി എന്ന് അഭിമാനിക്കുന്നവൻ്റെ പ്രവൃത്തികൾ പലതും അവിശ്വാസത്തിൽ ഉടലെടുത്തത് ആകുന്നു. തങ്ങൾ മാനുഷികമായ ബുദ്ധിയിൽ ചിന്തിക്കുന്ന നിലയിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ഇന്ന് പലരും ശ്രമിക്കുന്നുണ്ട്. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പണം ചിലവഴിക്കുക, സുവിശേഷ ക്യാമ്പുകൾക്ക് ധനസഹായം ചെയ്യുക, അവയിൽ സംബന്ധിക്കുക, സുവിശേഷപരമായ കാര്യങ്ങളിൽ ഉത്സാഹിച്ച് പ്രവർത്തിക്കുന്നവരെ സ്വീകരിച്ച് സൽക്കരിക്കുക മുതലായ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഇതൊന്നും തെറ്റാണെന്നോ വേണ്ടെന്നോ പറയുന്നില്ല. എന്നാൽ ദൈവം കൽപ്പിക്കുന്നത് ഒന്നാമത് തൻ്റെ പുത്രനിൽ ഒരുവൻ വിശ്വസിക്കണം എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ ആര് എന്തെല്ലാം ചെയ്താലും ശരി, ഒടുവിൽ കർത്താവ് അവരെപ്പറ്റി വിധി എഴുതുന്നത് ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്നാണ്. അപ്പോൾ അവരെ സഹായിപ്പാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ആകയാൽ എന്തെങ്കിലും പ്രവൃത്തിയിൽ കൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ ആരെങ്കിലും ഇത് ശ്രദ്ധിപ്പാൻ ഇടയാകുന്ന പക്ഷം യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കാതെ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കി അവയ്ക്ക് തൽക്കാലത്തേക്ക് ഒരറുതി വരുത്തി കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അതിൻ്റെ ശേഷം വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക. ദൈവവചനത്തിന് നിരക്കുന്ന നിലയിൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ്റെ സകല നീതിപ്രവൃത്തികളും കറ പുരണ്ട തുണി പോലെയാണ് എന്ന് ദൈവവചനം പറയുന്നു. ഒന്നാമതായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് തക്ക പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്. ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഈ ക്രിസ്തുവിനെ നോക്കിയിട്ടാണ് സ്വർഗം പറഞ്ഞത്, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവികൊടുപ്പിൻ എന്നുള്ള ദൈവശബ്ദത്തിൻ്റെ പൊരുൾ സത്യാന്വേഷികൾ ഏവരും ഗ്രഹിക്കേണ്ടതാണ്. ദൈവം ക്രിസ്തുയേശുവിൽ പ്രസാദിച്ചു. ആകയാൽ ക്രിസ്തുയേശുവിന് ചെവി കൊടുക്കുന്നവനിൽ അഥവാ യേശുക്രിസ്തുവിനെ പൂർണ്ണമായി അനുസരിക്കുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് ചെവി കൊടുക്കാതെ ഏതെങ്കിലും കർമ്മമാർഗത്തിൽ കൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ എത്ര വലിയ കൂരിരുട്ടിൽ തപ്പിത്തടയുന്നവരാണെന്ന് അവർ അറിഞ്ഞെങ്കിൽ നന്നായിരുന്നു. ആകയാൽ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല, ദൈവകോപം അവനിൽ വസിക്കുന്നതേയുള്ളൂ എന്ന വാക്യപ്രകാരം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിപ്പാനും തന്നെ അനുസരിച്ച് ജീവൻ വെളിപ്പെടുത്തുവാനും ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.